ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കുരുമുളക് പിരളനാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂട്ടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനാവശ്യമായത് 1 കിലോ ചിക്കൻ ഉപ്പിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്യണം നിങ്ങൾ. പിന്നെ വേണ്ടത് 3 സവോള, മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി. ഇതൊരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചെറുതായിട്ട് ചതച്ച് വച്ചിരിക്കുകയാണിത്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. ഇത് ഏതും എടുക്കാം. ഇത് ഞാനിപ്പോൾ റെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ടത് പച്ചമുളക്. ഇത് 3 പച്ചമുളകുണ്ട്. പിന്നെ ഒരു തക്കാളി, മല്ലിയില ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഇതിനാവശ്യമായ മസാല 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഗരം മസാല 2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ. ഇതില്ലെങ്കിൽ നിങ്ങൾ മൈദ യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഇതിൻ്റെ മസാലയുടെ പകുതി മസാലയെല്ലാം ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂർ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു ലൈറ്റ് ഫ്രൈ മതി. തീ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാം. ഇളക്കിയതിന് ശേഷം ചെറുതീയിൽ 10 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ വേവാനായിട്ട് വെക്കാം. മൂടി വെച്ച് 10 മിനിറ്റ് അതവിടെ നിന്ന് വേവട്ടെ. ഇടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കുരുമുളക് പിരളൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയതാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഞാനിത് സെർവിങ് പ്ലേറ്റോട്ട് മാറ്റട്ടെ. താങ്ക് യു.